ഹോർമൂസിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ ഉടമ്പടിക്കുള്ള കരട് രേഖ പുറത്ത്. ഹോർമൂസ് 1 മാസത്തിനുള്ളിൽ വീണ്ടും തുറക്കും. ഇതിനായി ഇറാൻ തയ്യാറെടുക്കുന്നതായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം പഴയപടിയാക്കാനും മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കാനുമാണ് കരട് രേഖ ലക്ഷ്യമിടുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് കരാർ നടപ്പിലാക്കി 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് തിരികെ എത്തും. ഇതിനു പകരമായി അമേരിക്ക മേഖലയിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കുകയും ഇറാനുമേലുള്ള നാവിക ഉപരോധം അവസാനിപ്പിക്കുകയും വേണം. അമേരിക്കൻ സൈന്യം പിന്മാറുന്നതനുസരിച്ച് മാത്രം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതാണ് കരാർ. ഒമാന്റെ സഹകരണത്തോടെ സമുദ്ര വ്യാപാരം പഴയ നിലയിലാക്കുകയാണ് ലക്ഷ്യം. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഒമാനുമായി ചേർന്ന് ഇറാൻ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് കരട് കരാറിലുള്ളത്. ശത്രു രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ഈ പാതയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ നടപ്പിലാക്കുന്നതിന് മുൻപ് കൃത്യമായ പരിശോധനകൾ വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. നിലവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ഏകോപനത്തിലൂടെയാണ് കപ്പലുകൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. 60 ദിവസത്തിനുള്ളിൽ ഈ കരാറിൽ അന്തിമ തീരുമാനമുണ്ടായാൽ ഇത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയമായി അംഗീകരിക്കപ്പെട്ടേക്കാം.